അതിർത്തി കടന്ന് പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിക്കും. പക്ഷേ ഒറ്റയ്ക്കല്ല, 4 രാജ്യങ്ങളാണ് നമ്മളോടൊപ്പം. 4 രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ഈ നമ്മൾ കൂടാതെ 3 രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക ഒരുമിച്ചാണ് അതിർത്തിയിൽ കടന്ന് ഭീകര കേന്ദ്രങ്ങളെയും ഭീകര ആക്രമണത്തെയും ഇല്ലാതാക്കുക, അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ഇല്ലാതാക്കാൻ ഒരുമിച്ച് പോരാടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ രാഷ്ട്രത്തലവന്മാർ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതെ, കോൺ ഉച്ചകോടിയിലെ ഈ നമ്മുടെ ഭീകരവാദത്തെയും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ അല്ലേ, ഈ രാജ്യങ്ങൾ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, അങ്ങനെ 4 രാജ്യങ്ങൾ, നമ്മൾ ഇന്ത്യ. അപ്പം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തെ ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് പാകിസ്ഥാനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞത്. കാരണം പാകിസ്ഥാൻ പണ്ടുതൊട്ടേ നടത്തുന്ന ബോംബെ ഭീകരാക്രമണം, പിന്നെ പത്താൻകോട്ട് ഭീകരാക്രമണം, ഇങ്ങനെ പിന്നെ ഇപ്പം സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം നമ്മളും അന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ സമയത്ത് ഇതേ വാദം തന്നെയാണ് നമ്മൾ ഉന്നയിച്ചത്. അപ്പൊ അതിന് കൃത്യമായുള്ള ഒരു മറുപടി ലോകരാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ട് പരസ്യമായിട്ട് വന്നില്ലെങ്കിലും ചില രാജ്യങ്ങൾ മാത്രം, എനിക്കൊന്ന് ഇസ്രായേലെങ്ങാണ്ട് എന്ന് അത് ശരിയാണെന്നുള്ള രീതിയിലും, എന്നാലും നമുക്ക് ഇതൊന്നും ഇല്ല. അപ്പം ഇപ്പം കോൺ ഉച്ചകോടിയിൽ ഇത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞു, അത് അതിർത്തി ഇറങ്ങാൻ പ്രോത്സാഹിപ്പിക്കണം, അതിന് വരുന്ന ഭവിഷ്യത്തുകൾ വരട്ടെ എന്നുള്ള രീതിയിലാണ്. കാരണം അനുഭവിച്ചേ മതിയാവത്തുള്ളൂ. കാരണം ഒരു രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്ത് നമ്മൾ മാന്യമായിട്ട് ജീവിക്കുന്നത് വീടിൻ്റെ വാക്കിൽ കല്ലുറക്കി എറിയുകയും കള്ളുകുടിക്കുകയും ചെയ്യുന്ന കള്ളുടിയും ചില സ്വഭാവം ഉണ്ടല്ലോ, അത് ഒരു മാന്യമായ സമീപനമല്ലല്ലോ. അപ്പം അത്തരത്തിൽ ആ സമീപനമുള്ളവരെ ആ രീതിയിലേ നമ്മൾ കാണാൻ സാധിക്കുകയുള്ളൂ. അവരെ ഇത്തരത്തിലുള്ള നയതന്ത്ര ബന്ധവുമായിട്ട് അല്ലെങ്കിൽ അവരെ ഇത്തരത്തിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിനകത്ത് ഇതുപോലത്തെ സമ്മേളനത്തിനകത്തൊന്നും ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാനൊക്കത്തില്ല. ആ നിലവാരം, അതിനകത്ത് എടുക്കുന്ന നിലവാരങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ അതിൻ്റെ അതേ അർത്ഥത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ അതിനകത്ത് കൂട്ടിക്കൊണ്ട് പോകാനൊക്കത്തുള്ളൂ അതിൻ്റെ അർത്ഥം. കാരണം പാകിസ്ഥാന് ഈ പറയുന്നത് പാകിസ്ഥാൻ്റെ ഉപജീവന മാർഗം തന്നെ ഇപ്പം ഈ ടെററിസമാണ്. കാരണം ടെററിസത്തിനകത്ത് നമ്മൾ ചില സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തില്ലേ. ഇപ്പം ലോകത്ത് ഈ പറയുന്ന പോലെ പാലസ്തീനോ അല്ലെങ്കിൽ ഈ ലെബനിലെ അവിടെ ഒന്നും അല്ല, അല്ലെങ്കിൽ വേറെ എങ്ങും അല്ല ഈ ഭീകരവാദത്തിൻ്റെ ഉൽപാദനവും ഉറവിടവും ഉൽപാദനവും ഒക്കെ നമ്മൾ ഈ സാധനം വളർത്തിയെടുക്കുന്നത്. ലോകത്തെ എല്ലാ ഭീകര സംഘടനകളെയും വളർത്തിയെടുക്കുന്നതിനും അതിന് വേണ്ട രീതിയിൽ ഫലഭൂയിഷ്ടമായിട്ട് വളരുന്നതായിട്ടുള്ളൊരു രാജ്യം പാകിസ്ഥാനാണ്. ഇവിടെ നിന്ന് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ വിതരണം ചെയ്യാൻ പാകിസ്ഥാൻ ഇനി നടക്കുന്ന കയറ്റുമതി ഇറക്കുമതി ചെയ്യാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഭീകരവാദമാണ്. കാരണം കുറേ ആളുകളെ വേണമെങ്കിൽ ഇന്ന രാജ്യത്തോട്ട് വിട്ടുതരാം, അല്ലെങ്കിൽ ഇന്ന രാജ്യത്തോട്ട് വിട്ടുതരാം, ആ രീതിയിൽ നടക്കുന്നുള്ളൂ. വേറെ എല്ലാ സംവിധാനങ്ങളും അവിടെ നശിച്ചു പോയിട്ടിരിക്കുകയാണ്. കാരണം ഇപ്പം തന്നെ ബംഗ്ലാദേശിൽ ഇവന്മാർ കയറിയാണല്ലോ ബംഗ്ലാദേശ് കുളവാക്കിയത്. അപ്പം അതിനുവേണ്ടി അമേരിക്കയും അല്ലെങ്കിൽ ചൈനയും ഒക്കെ ഇവന്മാരെ ഉപയോഗിക്കുന്ന, ജമാഅത്ത് ഇസ്ലാമി ഉപയോഗിക്കുന്ന രീതി വന്നല്ലോ. ഈ ഭീകരവാദികളെ തന്നെ അഫ്ഗാൻ ഭീകരവാദികൾ ഇപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുക. അമേരിക്ക താല്പര്യപ്പെട്ട് അല്ലെങ്കിൽ അഫ്ഗാൻ എന്ന് പറയുന്ന ഇടത്ത് ഭീകരവാദമോ അല്ലെങ്കിൽ അവരുടെ ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തത് ഇമ്രാൻഖാനാണെന്ന് പറയും. ഈ ഇമ്രാൻഖാന് ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. മാത്രമല്ല അവരിപ്പോൾ ബലൂചിസ്ഥാനിൽ കയറി വന്ന്, മനസ്സിലാവുന്നുണ്ടോ, ഈ വേറെ അവിടുത്തെ ആൾക്കാരെ എല്ലാം കൊന്ന് അവിടെ അഫ്ഗാൻ ആൾക്കാർ കണ്ട് പട്ടാളത്തെ കൊല്ലുകയും അവിടുത്തെ ഉദ്യോഗസ്ഥരെ കൊല്ലുകയും അവിടെ യാതൊരു രീതിയിലുള്ള കാര്യങ്ങൾ നടത്താൻ ആയിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അഫ്ഗാൻ മേഖലയിൽ ഈ പാകിസ്ഥാൻ്റെ ഒരു മേഖല അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുക, അവരുടേതാണ് നേരത്തെ ഇത്. അപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കട്ടയായിട്ട് ഈ 2 രാജ്യങ്ങൾ തമ്മിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോട് ചേർന്നാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയുടെ ആളാണല്ലോ അഫ്ഗാൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി ഇനിയിപ്പം ബംഗ്ലാദേശ് ഭരിക്കാൻ പോകുന്നില്ല. അഫ്ഗാൻ എന്ന് പറഞ്ഞാൽ താലിബാൻ എന്ന് പറഞ്ഞാൽ യാതൊരു മര്യാദയും ഇല്ലാത്ത, പഴയ കാടൻ നിയമങ്ങളും, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തതും, അല്ലെങ്കിൽ അറിയാമല്ലോ, പാട്ട് കേൾക്കാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല, സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കാൻ പറ്റത്തില്ല, എല്ലാം മൂടി, ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ വികസനത്തിൽ നിന്ന് പുറകോട്ട് ഒരു 7-ാം നൂറ്റാണ്ടിലേക്കൊക്കെ നടന്നു പോകുന്ന ഒരു രീതിയിലേക്ക് കാടത്തമായിട്ടുള്ള ഒരു സംസ്കാരവും ഒരു മനുഷ്യ നിയമങ്ങളെയും അല്ലെങ്കിൽ രാജ്യത്ത് ഒരു മനുഷ്യ പരിഗണനയില്ലാതെ ഒരു കാടത്തമായിട്ട് പോകുന്നത് അവർ ഇന്ത്യയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഭീകരർ തമ്മിൽ ഇന്നും യുദ്ധമാണ്.
ഭീകരർ തമ്മിലൊന്നും പ്രശ്നമാണ്. ഇവർ ചോദിച്ചു പോകുന്ന ഒരു കാര്യമില്ല. അപ്പം ഞാനീ പറഞ്ഞത് ഇത്തരം ഭീകരവാദ പ്രസ്ഥാനങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയും രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് വന്നാൽ, നമ്മളുടെ അതിർത്തിയിലേക്ക് കയറിയാൽ നമ്മൾ തിരിച്ചടിക്കും, അല്ലെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള മുദ്രാവാക്യത്തെ ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഈ ജപ്പാൻ ഉൾപ്പെടെ, ആസ്ട്രേലിയ ഉൾപ്പെടെ, അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ. അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? അപ്പം അതാണ് ഇപ്പോൾ പാകിസ്ഥാൻ വന്നിരിക്കുന്നത്. പാകിസ്ഥാനെ ആരും പരസ്യമായിട്ട് ഉൾക്കൊള്ളുന്നില്ല. രഹസ്യമായിട്ട് വേശ്യാസ്ത്രീകളുടെ വീട്ടിൽ രാത്രിയിൽ തലയിൽ മുണ്ടിട്ട് മാന്യന്മാർ പോകുന്നത് പോലെയേ ഉള്ളൂ അമേരിക്കയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധവും ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധവും. പരസ്യമായിട്ട് വരുമ്പോൾ ഇവരുടെ ചെയ്തികളെ ഒന്നും ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനോ സമ്മതിക്കാനോ തയ്യാറാവത്തില്ല. അതായത് അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇവർ നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ നമ്മൾക്ക് തിരിച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടി. അമേരിക്ക ഇക്കോഡ് ഉച്ചകോടി എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയും ഓസ്ട്രേലിയയും ജപ്പാനും അമേരിക്കയും ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പം അവിടെ ഈ ഭീകരവാദത്തിനെതിരെ നേരത്തെയും പ്രമേയങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എപ്പോഴും വന്നിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ അമേരിക്ക തന്നെ അവര് കൂട്ടാവും. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അമേരിക്ക വളരെ ശക്തമായി, അതായത് പേരെടുത്ത് പറയാണ് മുംബൈ ഭീകരാക്രമണം. അപ്പം മുംബൈ ഭീകരാക്രമണം എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ്റെ പങ്ക് അതിനകത്തുണ്ട്. പത്താൻകോട്ട് ആക്രമണം, അതും പാകിസ്ഥാൻ്റെ പങ്ക് അതുണ്ട്. അപ്പോൾ പറയാതെ തന്നെ, അല്ലെങ്കിൽ തെളിച്ച് അമേരിക്ക ഇത്തവണ പറയുകയാണ് പാകിസ്ഥാൻ ഭീകര രാഷ്ട്രമാണ്, ഭീകര ആക്രമണങ്ങൾക്ക് പാകിസ്ഥാന് പങ്കുണ്ട്. ഇതുവരെ അമേരിക്ക അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ പറയുകയാണ് ഭീകരാക്രമണത്തിൽ പങ്കുണ്ട്. അതേസമയം ഒസാമ ബിൻ ലാദനെ ഇവര് പാകിസ്ഥാനിൽ കയറിയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഏറ്റവും വലിയ തീവ്രവാദി, അവരുടെ രാജ്യത്തെ കയറി അടിച്ച തീവ്രവാദിയെ ഇവിടുന്ന് പിടിച്ചോണ്ട് ഇവിടെയാണ് വധിക്കുന്നത്. അപ്പോൾ അപ്പോഴും അവർ പറയുന്നില്ല. അപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് സഹായം തന്നത് പാകിസ്ഥാൻ പോലും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അവിടെ കയറി അടിച്ചത് പാകിസ്ഥാൻ പോലും അറിഞ്ഞില്ല. ഒളിത്താവളം ഒരുക്കിയത് പാകിസ്ഥാനാണ്, പാകിസ്ഥാൻ പോലും അറിയാതെയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അമേരിക്ക ഒരു നിലപാട് മാറ്റത്തിലേക്ക് പോവുകയാണോ? ഒന്നും അമേരിക്ക നിലപാട് മാറ്റത്തിലേക്കല്ല. ഈ നിലപാട് തന്നെയാണ് ലോകരാജ്യങ്ങൾക്കെല്ലാം ഉള്ളത്. ഈ നയതന്ത്ര നിലപാട് ഇത് തന്നെയാണ്. ഇവിടെ ഏത് രാജ്യമാണ് ഭീകരവാദത്തെ ഉൾക്കൊള്ളുന്നത്? അഫ്ഗാനിസ്ഥാനും പറയുന്നത് ഞങ്ങൾ ഭീകരവാദമല്ല, ഞങ്ങൾ ജനാധിപത്യ സംവിധാനമാണെന്നല്ലേ പറയുന്നത്. ഇവൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്തോ, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മാനുഷ്യ പരിഗണനയും അല്ലെങ്കിൽ മറ്റുള്ളവന്റെ കാര്യങ്ങൾ ഇടപെട്ട് മുന്നോട്ട് പോകുന്ന സംഘടന ഞങ്ങളതാ. ശരിയല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ തത്വം ഒന്ന് കേട്ടോ. അല്ലെങ്കിൽ ഇവിടുത്തെ PFI കാരൻ എന്തോ ചെയ്തോണ്ടിരുന്നത്? ആതുര സേവനമല്ലായിരുന്നു ചെയ്തോണ്ടിരുന്നത്? ഇവിടുത്തെ ദളിതിന് വേണ്ടിയല്ലായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത്? അറിയത്തില്ലേ? അപ്പൊ ഇതിന്റെ മറപിടിച്ചാ ഇവര് ഭീകരവാദം നടത്തുന്നേ. മനസ്സിലായല്ലോ? അപ്പം അമേരിക്ക മാറുമെന്നുള്ളതല്ല, നമുക്ക് പരസ്യമായിട്ട് അവരെടുക്കുന്ന നിലപാട് അത് പ്രസക്തമാണ്. നമുക്ക് അമേരിക്കയുടെ യഥാർത്ഥ സ്വഭാവം അറിയാം, അല്ലെങ്കിൽ അമേരിക്ക എന്ത് ചെയ്യണമെന്ന് അറിയാം. പക്ഷെ നമ്മൾക്ക് പരസ്യമായിട്ട് ഞങ്ങൾ ഈ നിലപാട് ഇന്നിടത്തൊക്കെ എടുത്തിരുന്നു, അല്ലെങ്കിൽ പ്രസ്താവന രൂപത്തിൽ വന്നിരുന്നു, പ്രസ്താവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മളെ ഉപദ്രവിച്ചാൽ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ പോലെ നമ്മൾ കൂലി കൊടുക്കും. അന്നേരം ആരും ചോദിക്കാൻ വരത്തില്ല. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മുടെ പ്രസ്താവനയോട് ഈ 4 രാജ്യങ്ങൾ കൂടി യോജിച്ച് ഒന്നിച്ചു പറഞ്ഞു, ഇന്ത്യയെ അടിച്ചാൽ ഞങ്ങൾ 4 പേരും ഉണ്ടാവും അവരുടെ കൂടെ. അത് മതി. അവരുടെ ആരും കൂടില്ലെങ്കിൽ നമുക്കറിയാം അടിക്കാൻ. നമ്മളെ അടിച്ചാൽ നമുക്കറിയാം അടിക്കാൻ. പക്ഷെ പിന്നെ എന്തിനടിച്ചു, ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കരുത്. ആ ന്യായം, നമ്മൾ പറഞ്ഞ ന്യായമാണെന്ന് ഇവിടെ വരുത്തി തീർക്കാൻ നമുക്ക് സാധിച്ചു. അത് നമ്മുടെ നയതന്ത്ര വിജയമാണ്. അത്രേ ഉള്ളൂ അതിനകത്ത്. വേറെ ആരും നമുക്ക് വേണ്ട. നമ്മുടെ നയതന്ത്ര വിജയം തന്നെ. അല്ലെങ്കിൽ അത് അങ്ങനെ പറയിപ്പിക്കാൻ പറ്റില്ല. ഉച്ചകോടി നടക്കുന്നു, ആ സമ്മേളനത്തിൽ പാകിസ്ഥാൻ ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന് വ്യക്തമായി പറയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആക്രമിക്കുന്നു മീൻസ് ഭീകരാക്രമണം. ഈ നാണംകെട്ട പരിപാടിയാണ്. നേരിട്ടുള്ള ആക്രമണമല്ല, ഒളിഞ്ഞു വന്ന് ആക്രമിക്കുന്നു. അത് പാകിസ്ഥാനാണ് ആ ഭീകരവാദത്തിന്റെ ഉറവിടം എന്ന് പറയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും, പിന്നെ ഇവര് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും, കൂടെ ഉണ്ട് എന്ന് പറയിപ്പിക്കാൻ കഴിഞ്ഞതും തീർച്ചയായിട്ടും നമ്മുടെ നയതന്ത്ര നമ്മുടെ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടു, ശരിവെച്ചു. അതെ 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 ഈ പറഞ്ഞതെല്ലാം ശരിയാണ് എന്നുള്ളത് മനസ്സിലായി എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് ഇത് അറിയാവുന്ന കാര്യമാണ്. അല്ല, എന്നാലും അതിന് വേറെ ഔദ്യോഗികമായിട്ടൊരു കാര്യമുണ്ടല്ലോ. പണ്ടൊരു ഭിക്ഷക്കാരൻ വീട്ടിൽ വന്നു. അതറിയാം കഥ. നമ്മൾ ഈ കഥകൾ ഒത്തിരി പറയുന്നുണ്ട് ഇപ്പൊ ടോക്കിന്റെ ഇടയ്ക്കില്ലേ. ഭിക്ഷക്കാരൻ വീട്ടിൽ വന്നപ്പോൾ വേലക്കാരൻ വന്ന് പറഞ്ഞു ഇവിടെ ഒന്നുമില്ല പാൻ പറഞ്ഞു. അന്നേരം ഇവിടെ വന്നിട്ട് നീ എന്തോ കാര്യസ്ഥൻ അല്ലെങ്കിൽ അതിന്റെ വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, നീ എന്തോടി പറയുന്നത്? അത് ഭിക്ഷക്കാരൻ ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. നീയാണ് തീരുമാനിക്കുന്നത്. ഭിക്ഷക്കാരനെ ചോദിച്ചു, നീ വാ. അയാൾ ചെന്നു, ഇവിടെ ഒന്നുമില്ല, ഒക്കോ. ഇത് പറയാനുള്ള ഔദ്യോഗികമായിട്ടുള്ള ഇത് കാര്യം ആർക്കാണുള്ളത്? ആ വേലക്കാരിക്കല്ല, അവിടുത്തെ ഉടമസ്ഥനാണുള്ളത്. അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് മറ്റവർക്കുണ്ടോ ഇല്ലയോ എന്ന് അറിയാമെന്നുണ്ടെങ്കിലും
ആ കാര്യം പറയാനുള്ള അധികാരം ആ ഉടമസ്ഥനാണുള്ളത് എന്ന് പറഞ്ഞതുപോലെ ഈ കാര്യം അതെ. മനസ്സിലായില്ലേ? ഇത് നമുക്ക് അറിയാവുന്നുള്ളതല്ല, അതിന്റെ കാര്യം അതിന്റെ അർത്ഥത്തിൽ അതിന്റെ ഈ പറയുന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് അതിന് അർത്ഥം ഉണ്ടാകുന്നത്, അതിന് വില ഉണ്ടാകുന്നത്. അത് നമുക്ക് കിട്ടി, നമ്മുടെ നയതന്ത്ര വിജയമായി. അതെ. അത് ആ പറയേണ്ടടുത്ത് പറഞ്ഞു, ആ പ്രസ്താവനയ്ക്ക് വലിയ വിലയുണ്ട്. ഇനിയും മറിച്ച് പറയാൻ ഒക്കത്തില്ല. കീഴിൽ കൂടെ സഹായിക്കുമായിരിക്കും, അതായിക്കോട്ടെ, പണ്ടുള്ള നമുക്ക് വിഷയമല്ല.